5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി നാളെ ചർച്ച നടക്കാനിരിക്കെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട NCP കേരള ഘടകത്തിൽ അടിമുടി ആശയക്കുഴപ്പം. എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും ചർച്ച അറിഞ്ഞിട്ടില്ലെന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ പ്രതികരണം. മന്ത്രിമാറ്റം നാളെ ചർച്ചയാകില്ലെന്ന് AK ശശീന്ദ്രൻ പറയുമ്പോൾ ഇതുതന്നെയാണ് ചർച്ച എന്ന് തോമസ് കെ തോമസ് ആവർത്തിക്കുകയുമാണ്. ഏറെ മുമ്പ് തുടങ്ങിയ മന്ത്രിമാറ്റ ചർച്ചയിൽ ഇനിയും വ്യക്തത വരാതെ NCP സംസ്ഥാന നേതൃത്വം. മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസും നാളെ മുംബൈയിൽ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെ പാർട്ടിയിലെ ആശയക്കുഴപ്പം കൂടുതൽ ശക്തമായി. നാളത്തെ ചർച്ചയും മന്ത്രിമാറ്റവും തുറന്നു പറയാൻ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ തയ്യാറായില്ല. ചർച്ചയെക്കുറിച്ച് അറിഞ്ഞിട്ടേയില്ലെന്ന പ്രതികരണം. നാളെ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹത്തിന് പിന്തുണ, സംസ്ഥാന നേതൃത്വത്തിന് പിന്തുണ ഉണ്ടാകും. നാളെ ഒരു യോഗം നടക്കുന്നതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എനിക്കറിയാം, എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല, അങ്ങനെ ഒരു യോഗം അറിയിച്ചിട്ടുമില്ല. മന്ത്രിമാറ്റം ഉണ്ടാകുമോ അറിയില്ല. മന്ത്രിപദത്തിൽ 2 വർഷത്തെ കരാറിനെ കുറിച്ച് അറിയില്ലെന്ന് ആവർത്തിക്കുകയാണ് AK ശശീന്ദ്രൻ. 2 വർഷം 2.5 വർഷം അറിയില്ല. അങ്ങനെ ഒരു വിഷയം സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല. അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ 2.5 വർഷം വീതം. വിഷയം അറിയില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടനാട് MLA തോമസ് കെ തോമസ്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന മുംബൈയിൽ നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കുമെന്ന് തോമസ് കെ തോമസ് 24നോട് പറഞ്ഞു. ഇല്ല, ഞാൻ ആദ്യം മുതൽ ഒരേ സ്റ്റാൻഡിലാണല്ലോ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും അതെല്ലാം സംരക്ഷണം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. അല്ല, ഇത് ഞാൻ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ദേശീയ നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനമാണ്. അതായത് അങ്ങേ മന്ത്രിയാക്കണം 2.5 വർഷം കഴിയുമ്പോൾ അല്ല എന്നുള്ളത്. പിന്നെ അന്ന് പവാർജിയുടെ നോമിനിയായിട്ട് ഇവിടെ വന്ന വ്യക്തി വ്യക്തമായിട്ടും ഞങ്ങളോട് സംസാരിച്ച കാര്യമാണ്. കേരളത്തിൽ നാളുകളായി തുടരുന്ന ആശയക്കുഴപ്പത്തിന്റെ കുരുക്കഴിക്കലാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ മുന്നിലെ കടമ്പ. തിരുവനന്തപുരത്തിനൊപ്പം 24 കൊച്ചി.